വേറെ ആർക്കും അറിയില്ല? ആ, നമ്മുടെ അജിതയുടെ സൗണ്ട് കേട്ടോ. എവിടെ നിന്ന് ശബ്ദം വരണം? അടിവയറ്റിൽ നിന്ന് വരണം. അപ്പൊ നമ്മളുടെ യാത്ര എവിടേക്കാണ്? യെസ്. അപ്പോൾ ആ ഒരു യാത്രയിലേക്കുള്ള നമ്മളുടെ തുടക്കമാണ് ഇന്ന് 200 പേരടങ്ങുന്ന ഈ ഒരു മാസ്റ്റർ മൈൻഡിംഗ് ഗ്രൂപ്പ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് ഈ 200 പേരിൽ കുറെ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. എന്താ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ നമ്മൾ പറയുന്നത് ഈ ക്ലസ്റ്റേഴ്സ്. സോ ഈ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ക്ലസ്റ്റേഴ്സ് എത്രത്തോളം ശക്തരാണ്? കാരണം എത്ര പേർക്ക് ഫ്രാഗ്രന്റുള്ള 100 പേരുണ്ട്. ഇവിടെ എത്ര പേരുണ്ട്? അപ്പൊ ശക്തരായവർ സാർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചില്ലേ, ബഹുമാനിക്കണം. എല്ലാരെയും നമ്മൾ ബഹുമാനിക്കണം. ബട്ട് ആരോ ചെയർമാൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുമായിരിക്കും അല്ലേ? ചെയർമാനെ ഇവിടില്ലേ? ഓക്കെ. അപ്പോ ഈ കാര്യം ബുക്ക് മറിച്ച് നോക്കാതെ പറയണം. അല്ല, ബഹുമാനിക്കണം. അതിന് വേറൊരു വാക്ക പറയാം. പറഞ്ഞേ, സാറ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് ടേക്ക് ഓഫ് സെക്യൂരിറ്റി പഠിപ്പിച്ചതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? ബഹുമാനിക്കണം, പക്ഷേ അതിന് വേറൊരു വാക്ക പറയണം. അത് പറയണം. മുൻഗണന ആർക്ക് കൊടുക്കണം? അത് തന്നെ. ആരാ പറഞ്ഞേ? സാറേ സമ്മാനം എടുത്തേ. യെസ്, അതായത് ബഹുമാനിക്കണം, തെളിയിക്കപ്പെട്ടവർക്ക് മുൻഗണന കൊടുക്കണം. അപ്പോൾ തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം എങ്ങനെ? എനർജി വെച്ചിട്ട് നിങ്ങളുടെ എനർജി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ആ ഒരു മണി ലവ്സ് എനർജി എന്ന് പറയുന്നതിലേക്ക് നിങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു കോമ്പറ്റീഷൻ. റെഡിയാണോ? റെഡിയല്ലേ? റെഡിയാണോ? പോരല്ലോ, പോരെ? റെഡിയാണോ? ഞാൻ ശബ്ദം അറിയിക്കണം, അത്രയും ശബ്ദം എത്തണം. റെഡിയാണോ? യെസ്, ഓക്കെ. അപ്പൊ തുടങ്ങിയാലോ? ടീം ഒക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ് കണ്ടുപിടിക്കുക. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ആദ്യം ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം.